Good morning, students. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിരുന്നു. അതിനകത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇത്രയും ജനറേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ആ ജനറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചോണം. എന്തായാലും ഒരു 10 മാർക്കിന് അത് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് കേട്ടോ. നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുമോ ഒന്ന് ചെക്ക് ചെയ്തോളാം കേട്ടോ. Computers can be categorized according to their configuration or their underlying operating principles. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് തരംതിരിക്കാൻ സാധിക്കുന്നത് ആ കമ്പ്യൂട്ടറിന്റെ കോൺഫിഗറേഷൻ അനുസരിച്ച്, അതായത് ഒന്നുകിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആകൃതി അനുസരിച്ചിട്ടായിരിക്കും. അതല്ലെങ്കിൽ അവ കടന്നു പോകുന്ന അല്ലെങ്കിൽ അവ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് ഒരു വർക്ക് ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, തരംതിരിക്കാൻ സാധിക്കുന്നത്, നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ തരംതിരിക്കാനായിട്ട് സാധിക്കുന്നത്. കോൺഫിഗറേഷൻ റെഫേഴ്സ് ടു എ കമ്പ്യൂട്ടർ സൈസ്, പ്രോസസ്സിംഗ് സ്പീഡ്, അതുപോലെ തന്നെ ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇപ്പോൾ കോൺഫിഗറേഷൻ മെയിൻലി കോൺഫിഗറേഷൻ, അതായത് അതിൻ്റെ സ്ട്രക്ചർ, ആകൃതി എന്നൊക്കെ പറയുന്ന സംഭവം, അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒന്ന് കമ്പ്യൂട്ടറിൻ്റെ സൈസ്, ആകൃതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, കമ്പ്യൂട്ടറിൻ്റെ സൈസ്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് സ്പീഡ്, അതായത് മൾട്ടിപ്പിൾ ജോലികൾ, പലതരത്തിലുള്ള ജോലികൾ ഒരേ സമയം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കാനുള്ള അവരുടെ കഴിവ്, പ്രോസസ്സ് ചെയ്ത് ചെയ്യാനുള്ള കഴിവ്, ആ സ്പീഡ്. ഒരു ജോലിയല്ല കേട്ടോ, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞ മൾട്ടിപ്പിൾ ജോലികൾ, പലതരത്തിലുള്ള ജോലികൾ ഒരേ സമയം ചെയ്തു തീർക്കാനുള്ള അവരുടെ കഴിവ്. അതുപോലെ തന്നെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള, ഡേറ്റാസ് സൂക്ഷിച്ചു വെക്കാനുള്ള അവരുടെ കപ്പാസിറ്റി. അപ്പോൾ ഇതിനൊക്കെ ബേസിസിലാണ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുന്നത്, കോൺഫിഗറേഷൻ എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ ബേസിസിലാണ് കോൺഫിഗറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അക്കോർഡിംഗ് ടു ദെയർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ദെയർ ആർ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന്റെ വർക്ക് ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ആ രീതി അനുസരിച്ച് നമ്മൾ കമ്പ്യൂട്ടേഴ്സിനെ 3 തരംതിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ: 1 അനലോഗ്, 2 ഡിജിറ്റൽ, 3 ഹൈബ്രിഡ്. അപ്പൊ അനലോഗ് എന്ന് പറയുന്നത് വെതർ പ്രെഡിക്റ്റിംഗ് മെഷീൻസിന് വേണ്ടിയിട്ടാണ്. വെതറിനെ പറ്റിയൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനലോഗ് കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയപ്പെടുന്നത് പേഴ്സണലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടേഴ്സ്. ഹൈബ്രിഡ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം, വളരെ സങ്കീർണമായിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം? ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം, അങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്യാനായിട്ട്, മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെറിയൊരു എക്സാമ്പിൾ ബേസിസിൽ അവർ പറയുന്നേ ഉള്ളൂ. കൂടുതലായിട്ട് നമുക്ക് ഇനി താഴോട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം ഓരോന്നാണെന്ന്, ഓരോന്നും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ 3 തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാണ്? അനലോഗ്, രണ്ടാമത്തത് ഡിജിറ്റൽ, മൂന്നാമത്തത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. ഈ 3 പേരും നിങ്ങൾ മറക്കാതെ ഇരിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പം പഠിക്കാൻ പോകുന്നത് അനലോഗ് കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയിട്ട് ആണ് കേട്ടോ. നമുക്ക് നോക്കാം. അനലോഗ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോഴും നമ്മൾ അനലോഗിനെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സാധാരണക്കാർ യൂസ് ചെയ്യാറില്ല, സയന്റിസ്റ്റുകളാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതും ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഒരു അനലോഗ് കമ്പ്യൂട്ടേഴ്സിനെ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സിമുലേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും. സിമുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ECG എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ECG ഡിവൈസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അത് കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. എങ്കിൽ ഈ ECGയിൽ എങ്ങനെ വേരിയേഷൻ വരുന്നത്? നമ്മളുടെ ആ ഹാർട്ട് റേറ്റ് അനുസരിച്ചായിരിക്കും ആ വേരിയേഷൻ വരുന്നത് അല്ലേ. അത് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് തെറ്റായിട്ടുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കും. ഓക്കെ, വാല്യൂസ് കൊടുത്ത് അതിൻ്റെ ആ റേറ്റ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതിനെയാണ് സിമുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇല്ലാത്തൊരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അത് വെച്ചിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ എടുക്കും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡിവൈസിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? അനലോഗ് കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. എ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ദാറ്റ് യൂസസ് എ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ഈസ് ആൻ അനലോഗ് കമ്പ്യൂട്ടർ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്
അത് കുറെ കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസിന്റെ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? അനലോഗ് കമ്പ്യൂട്ടർ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഈ റേഞ്ച് ഓഫ് വാല്യൂസ്, എന്ത് വാല്യൂസിന്റെ ബേസിസിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? കുറെ ഫിസിക്കൽ വേരിയബിൾസ് അതിന്റെ ബേസിസിലാണ് കേട്ടോ. അതെന്തൊക്കെയാണ് ഫിസിക്കൽ വേരിയബിൾസ്? വോൾട്ടേജ് ആകാം, പ്രഷർ ആകാം, ടെമ്പറേച്ചർ ആകാം, സ്പീഡ് ആകാം, അല്ലെങ്കിൽ ഫോഴ്സ് ആകാം. അപ്പൊ ഈ വേരിയബിൾസിന്റെ ഒക്കെ ബേസിസിൽ ആണ് നമ്മളുടെ കമ്പ്യൂട്ടിംഗ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിവൈസസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നു. Since analog computers deals with continuously varying amounts, the results they provide are only approximate. അപ്പോൾ അനലോഗ് കമ്പ്യൂട്ടറിന്റെ വലിയൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇവർ ഈ മേൽ പറഞ്ഞ വോൾട്ടേജ്, പ്രഷർ, ടെമ്പറേച്ചർ, സ്പീഡ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബേസിസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ഈ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ പ്രഷറിൽ ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അപ്പോഴെല്ലാം എന്ത് സംഭവിക്കും? അവരുടെ റിസൾട്ടിലും അത് ബാധിക്കും. അപ്പൊ ആ അനലോഗ് കമ്പ്യൂട്ടേഴ്സിലെ എന്തൊക്കെ അവർ കുറേ ഡിവൈസുകൾ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടായിരിക്കുമല്ലോ ഇതിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ഡിവൈസില് ഒരു പ്രഷർ അല്പം കൂടിയാൽ എന്ത് പറ്റും? നേരെ അത് റിസൾട്ടിനെ കയറി അങ്ങ് ബാധിക്കും. ചിലപ്പോൾ ബാക്കി എല്ലാ ഡിവൈസസും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ഒറ്റ ഡിവൈസിൽ എന്ത് പറ്റും? ചെറിയ ഒരു വ്യതിയാനം വരും, ആ സ്പോട്ടില് ഇത് മാറി. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ? ഒരു റിസൾട്ടിനെ നമുക്കൊരു ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്രോക്സിമേറ്റ് ഏകദേശ കണക്കിൽ നമുക്ക് ഉത്തരം കിട്ടും. അതാണ് അതിന്റെ വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം, ഈ ജനറലി deals with physical variables such as voltage, pressure, temperature, speed, etc. അപ്പോൾ ഇത് ഈ മേൽ പറഞ്ഞ സാധനങ്ങളുടെ ഫിസിക്കൽ വേരിയബിൾസിന്റെ ബേസിസിലായിരിക്കും അവർ എന്ത് തരും? നമുക്ക് റിസൾട്ട് തരുന്ന എന്നുള്ളതാണ് അവരുടെ പറയുന്നത്. അപ്പൊ അതാണ് എന്ത് നമ്മളുടെ അനലോഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ ഫൈൻ. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പൊ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സില് രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി വരുന്നത്. അതാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നൊരു ലോജിക് 0, ലോജിക് 1. ഇത് കണ്ടല്ലോ നിങ്ങൾ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. A digital computer uses digital data such as numbers to operate. അപ്പോൾ എന്താണ് അവരോട് പറയുന്നത്? ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടർ എന്തിനെയാണ് യൂസ് ചെയ്യുന്നത്? ഡിജിറ്റൽ ഡേറ്റ, അതായത് നമ്പേഴ്സിനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. എന്ത് ചെയ്യാനായിട്ട്? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എംപ്ലോയ്സ് ദ ബൈനറി നമ്പർ സിസ്റ്റം. അപ്പൊ അവര് ഇവിടെ യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ? എന്തോ ഈ ബൈനറി നമ്പർ സിസ്റ്റം? ബൈനറി മീൻസ് 2. അപ്പോൾ ഇവിടെ ആകെ 2 നമ്പറേ ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ 2 നമ്പേഴ്സ് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ പറയുന്നത്. Which has only the digits 0 and 1 as its components. 0യും 1ഉം ആണ് അവരിവിടെ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്പർ സിസ്റ്റത്തിൽ അവരാകെ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Each of them is known as a bit. അപ്പോ ഓരോ ഇതിനെയും 0നെയും ഓരോ 1നെയും നമ്മൾ എന്താ വിളിക്കുന്നത്? ബിറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബിറ്റ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് ബിറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത് എങ്ങനെയാണ് ഇവർ വർക്ക് ഔട്ട് ചെയ്യുന്നത് എന്ന് ചിന്തിക്കും. അപ്പൊ എ എന്ന് പറയുന്ന ആൽഫബറ്റിനെ 0 1 0 1 0 0 0 എന്നായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ സ്മോൾ എ അവരെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 0 0 0 1 1 1 1 ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ വെക്കുന്നത്. ഇതെനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാ. അപ്പൊ ഇതിനകത്തുള്ള ഓരോ 0യും എന്താണ്? ബിറ്റാണ്. ഇതൊരു ബിറ്റ്, ഇതൊരു ബിറ്റ്, ഇതൊരു ബിറ്റ്. ഈ 1 എന്താണ്? വീണ്ടും ഒരു ബിറ്റാണ്. ഈ 1 വീണ്ടും ഒരു ബിറ്റാണ്. അങ്ങനെ എത്ര 1s ഉണ്ടോ എത്ര 0s ഉണ്ടോ നമ്മൾ ഇതിനെല്ലാം ബിറ്റുകളായിട്ട് കണക്കാക്കി. ഇത് കണക്ക് തന്നെയാണ് നമ്മൾ മൈനസ് എന്ന് കൊടുത്താലും പ്ലസ് എന്ന് കൊടുത്താലും ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്താലും എന്ത് കൊടുത്താലും ഇതിനെല്ലാം കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന രീതി ഈ ഒരു 0s and 1s ലാംഗ്വേജ്, അതിന് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഈ ലാംഗ്വേജിൽ മാത്രമേ അത് മനസ്സിലാക്കുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ ഓക്കെ, ഈച്ച് ഓഫ് ദം ഇസ് നോൺ ആസ് എ ബിറ്റ്. ഇതിനകത്ത് ഓരോന്നിനെയും ബിറ്റുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഡിജിറ്റൽ സർക്യൂട്ട് വിത്ത് 2 ലെവൽസ് ഫോർ ആൻ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് സിഗ്നൽ ആർ യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അപ്പോൾ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഡിസൈനിങ്ങിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ആ ഒരു സർക്യൂട്ടിനകത്ത് 2 ലെവലുകളുണ്ട്. ഇൻപുട്ടിന് വേണ്ടിയും ഔട്ട്പുട്ടിന് വീണ്ടും 2 ലെവലുകളുണ്ട്. കാര്യം എന്താ? 2
ഇതില്ലേ 0യും 1ഉം ഉണ്ട്. അപ്പൊ 2 ലെവൽ ഓഫ് ഇൻപുട്ട് വരുമ്പോൾ വരുന്നത് കൊണ്ടും 2 ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരുന്നത് കൊണ്ടും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോജിക് 0 ആൻഡ് ലോജിക് 1 എന്ന് നമ്മൾ വിളിക്കുന്ന കേട്ടോ. ഓക്കെ, ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ പ്രൊഡ്യൂസ് റിസൾട്ട്സ് മോർ ക്വിക്കലി ആൻഡ് ആക്യുറേറ്റ്ലി. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ആക്യുറേറ്റ് ആയിട്ടും കൃത്യമായിട്ടുള്ള റിസൾട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന് കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പറ്റും. The digital computer is a good tool for handling challenging technical and technological issues. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണ്? ഇതിനെ നല്ലൊരു ടൂളായിട്ട് നമുക്ക് കണക്കാക്കാം. എന്തിനു വേണ്ടിയിട്ട്? ടെക്നോളജിക്കൽ ഇഷ്യൂസ്, സാങ്കേതികമായിട്ടുള്ള വിദ്യകൾക്ക് എന്തെങ്കിലും വെല്ലുവിളി വന്നിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളിയെ പരിഹരിക്കാനായിട്ട് ഉള്ള ഏറ്റവും വലിയൊരു ടൂളായിട്ട്, ഒരു ഉപകരണമായിട്ട് നമുക്ക് ആരെ കണക്കാക്കാൻ പറ്റും? മേൽ പറഞ്ഞ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നു. ആസ് എ റിസൾട്ട്, അതിന്റെ ഭാഗമായിട്ട് the usage of digital computers in design, research and data processing is growing. അപ്പോൾ അത്രയും വെല്ലുവിളികൾക്ക് പോലും ആരൊരു റിസൾട്ട് ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്? നമ്മൾ ഡിജിറ്റൽ കമ്പ്യൂട്ടർ നിൽക്കുന്നത് കൊണ്ട് തന്നെ പുതിയ ഘട്ടത്തിൽ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും, അതായത് റോ ആയിട്ടുള്ള ഡേറ്റയെ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്, ആ ഒരു കൺസെപ്റ്റിലേക്ക് വേണ്ടി, അതിനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. റോ ആയിട്ടുള്ള ഡേറ്റയെ, മനുഷ്യന് മനസ്സിലാവുന്ന ഡേറ്റയെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഡേറ്റയുടെ ഭാഗമായിട്ട് രൂപത്തിലേക്ക് മാറ്റുന്ന രീതിയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഡേറ്റയുടെ കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റയുടെ ഫ്ലോ വരുന്നത് ഡയറക്ട്ലി ഫ്രം CPU ടു മെമ്മറി ടു ഔട്ട്പുട്ട് ഡിവൈസ്, ആ ഒരു പരിപാടി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെയൊക്കെയാണ് നമുക്ക് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നു? ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി ഫർദർ കാറ്റഗറൈസ്ഡ് based on their use. അപ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിനെ അവരുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് 2 രീതികളിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സെക്കൻഡ് വൺ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്താണ്? ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. Purpose computers. General purpose computers are used for any type of applications. എന്ത് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ജനറൽ പർപ്പസ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. They can store numerous programs and do the jobs as per the instructions specified on those programs. പല തരത്തിലുള്ള പ്രോഗ്രാംസ്, ഒരുപാട് പ്രോഗ്രാംസ് സേവ് ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ നമ്മൾ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തേക്കുമല്ലോ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? വർക്കും ചെയ്തോളും. Most of the computers that we see or come across today are general purpose computers. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം എന്ത് തന്നെയാണ്? നമ്മുടെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറാണ്. അടുത്തത് സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് വൺ ദാറ്റ് ഈസ് നോർമലി ബിൽഡ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. എന്താ പറയുന്നത്? സ്പെഷ്യൽ പർപ്പസ്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കമ്പ്യൂട്ടർ. അതായത് ഒരു ഒറ്റ ജോലി മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ ജനറൽ പർപ്പസ് എല്ലാ ജോലികളും അവർ ചെയ്യത്തില്ല. ഇപ്പം ജനറൽ പർപ്പസിലാണെങ്കിൽ ഒരേ സമയം നമുക്ക് പാട്ട് കേൾക്കാം. ആ പാട്ട് കേൾക്കുന്നതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. പെയിന്റ് എടുത്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ പെയിന്റ് വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി ആ സ്പോട്ടിൽ തന്നെ യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ജോലികളാണ് നമ്മളവിടെ ചെയ്യുന്നത്. പക്ഷേ സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരൊറ്റ ജോലി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ATM മെഷീന്. ഒറ്റ ജോലിയേ ഉള്ളൂ. പൈസ ഇടുക എടുക്കുക, ആ പരിപാടി മാത്രമേ ഉള്ളൂ. ഇനി അതല്ലാന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാഫിക്കിൽ ഇപ്പം പുതിയതായിട്ട് വന്ന AI ക്യാമറ, ഫോട്ടോ എടുപ്പ് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്തിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? സ്പെഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടറായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 2 പോർഷൻസ് നിങ്ങൾ മറന്നു വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അനലോഗ് കമ്പ്യൂട്ടേഴ്സും ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സും കേട്ടോ. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കണേ. ദ ബെസ്റ്റ് ആസ്പെക്ട്സ് ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ് ആർ കമ്പൈൻഡ് ഇൻ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ അനലോഗ് കമ്പ്യൂട്ടേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസും അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ക്വാളിറ്റീസും കൂടെ ഇണങ്ങി ചേർന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. വേറൊന്നുമില്ല, അനലോഗിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസും കാണും, ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റീസും കൂടെ എന്തിൽ കാണും? ഹൈബ്രിഡ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് കാണും.
അത്രയേ ഉള്ളൂ. അതിനെയാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. It is mostly utilized for the automated functioning of sophisticated physical machinery and processors. അപ്പോൾ മെയിൻലി നമ്മൾ ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിനെ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറി, സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മെഷീൻസിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, അതായത് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അവയെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കണം. അങ്ങനെയുള്ള മെഷീൻസിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കണം. പക്ഷേ ആ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം, ഓട്ടോമേറ്റഡ് ആയിരിക്കണം. അതായത് ഓട്ടോമാറ്റിക് അവരെന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തെടുത്ത് നമ്മൾ ഓൾറെഡി ഒരു കമ്പ്യൂട്ടറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മെഷീനിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സേവ് ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് അവർ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തെടുത്ത് അതിനനുസരിച്ച് അവർ എന്ത് ചെയ്യണം, തന്നെത്താനെ അങ്ങ് വർക്ക് ചെയ്തോളണം. അപ്പോൾ അങ്ങനെ അത്രയും വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മെഷീനിനെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഹൈബ്രിഡ് എന്ന് പറയുന്ന കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത സെന്റൻസ്, അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ് ആർ നൗ യൂസ്ഡ് ടു കൺവേർട്ട് ഡേറ്റ ഇൻടു എ ഫോർമാറ്റ് ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ ഐദർ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺവേർട്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ വോയിസ് വേഴ്സ, അത് രണ്ട് രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ സിഗ്നൽസ് ആയിട്ടും കൺവേർട്ട് ചെയ്യാം, ഡിജിറ്റലിനെ അനലോഗ് ആയിട്ടും കൺവേർട്ട് ചെയ്യാനുള്ള കൺവേർട്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്താണ് ആ ഒരു കൺവേർട്ടേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കുന്നുണ്ട്, ഡേറ്റയെ രണ്ട് ഫോർമാറ്റിലേക്കും കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഡേറ്റ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടിങ് കാര്യങ്ങൾ, കണക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകൾ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. For instance, analog instruments may be used in the ICU of a hospital to gauge the patient's body temperatures, blood pressure and other vital indicators. അപ്പോൾ അവരൊരു ഇൻസ്റ്റൻസ് ആണ് ഇവിടെ പറയുന്നത്, അതായത് ഒരു എക്സാമ്പിൾ ആണ് അവരിവിടെ പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ICUവിലേക്ക് കയറ്റി കഴിഞ്ഞാൽ തന്നെയും, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ICUവിനെ വേണമെന്നൊന്നുമില്ല, ഏത് സ്ഥലത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ തന്നെയും അവര് ആദ്യം എന്ത് ചെയ്യും, they will gauge the patient's body temperature. ഗോജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുക കേട്ടോ. അവരെന്ത് ചെയ്യും, ആ വന്ന പേഷ്യന്റിന്റെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, ഇനി രണ്ടാമത് BP ചെക്ക് ചെയ്യും, മറ്റ് വൈറ്റൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ആ വ്യക്തിയുടെ ഉയരം, അത് ഡിപ്പെൻഡിങ് അപ്പോൾ എന്ത് പ്രശ്നം മാറ്റാനാണ് അയാൾ വന്നത്, എന്ത് അസുഖം മാറ്റാനാണ് വന്നത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ. ഉയരം വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ വെയിറ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പോൾ ഇതെല്ലാം അവർ ആദ്യം എന്തായിട്ടായിരിക്കും എൻട്രി ചെയ്യുന്നത്, ഒരു അനലോഗ് റീഡിംഗ് ആയിട്ട് അവർക്കത് എൻട്രി ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവരെന്ത് ചെയ്യും, ഈ അനലോഗിനെ ഡിജിറ്റലി കൺവേർട്ട് ചെയ്യുക അല്ലേ. നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഡിജിറ്റലി കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ മാത്രം സിസ്റ്റത്തിന്റെ റീഡബിൾ ഫോർമാറ്റിലേക്ക് അത് മാറുകയുള്ളൂ. അത് നമ്പേഴ്സിന്റെ ഫോർമാറ്റിൽ സിസ്റ്റം എന്ത് ചെയ്യും, സേവ് ചെയ്യും, 0s and 1s, അതാണ് ഡിജിറ്റൽ. അങ്ങനെ അവരെന്ത് ചെയ്യും, സേവ് ചെയ്യും. These parts are utilized to check the patient's vital signs and transmit alerts if any values are out of the ordinary. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും രീതിയിൽ, അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ വ്യതിയാനം വന്നു കഴിഞ്ഞാൽ, ആ വാല്യൂവിന് എന്തെങ്കിലും ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും, ഒരു അലേർട്ട് നമുക്ക് കൊടുക്കും. ഇപ്പോൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലൊക്കെ ഒരു BP ഇങ്ങനെ കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ വരും. പെട്ടെന്നൊക്കെ അറ്റാക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴോ ആ ഇത് ഇങ്ങനെ വ്യതിയാനം, ഇങ്ങനെ ആ ഗ്രാഫിൽ ഇങ്ങനെ വ്യതിയാനം വരുന്നത് കാണിക്കും. അത് കാണിക്കുമ്പോൾ തന്നെ കീ എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് അവരവിടെ വെച്ച് തന്നെ അതിൽ ആ ഇൻസ്ട്രുമെന്റ് പുറപ്പെടുവിപ്പിക്കുന്നത്. അപ്പോഴാണ് നഴ്സ് ഓടി വന്ന് ചെക്ക് ചെയ്യുന്നത് എന്ത് പറ്റിയെന്ന്. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മളിവിടെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ആ ഡിവൈസിന്റെ അകത്ത് ഹൈബ്രിഡ് കമ്പ്യൂട്ടറാണ് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നതെന്ന് സാരം കേട്ടോ. Okay, specialized jobs are the major usage of hybrid computers. Specialize ചെയ്യുന്ന ജോലികളാണ് ആര് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്, ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇത്രയും പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായി വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9388850850. താങ്ക് യു.